തിരുവിഴാംകുന്ന് അമ്പലപ്പാറയിൽ വെള്ളിയാർപ്പുഴയുടെ കൈവഴി തൊട്ടിലേക്ക് ചത്ത കോഴികളെ തള്ളി. വേനൽ മഴ പെയ്താൽ അഴുകിയ ഈ മാലിന്യം പുഴയിലേക്കാണ് എത്തുക. 20 മീറ്റർ മാത്രം അകലെയായി കുടിവെള്ള പദ്ധതിയുടെ ടാങ്കുള്ളത് ജനങ്ങളിൽ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. മാലിന്യം നീക്കം ചെയ്യണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഒന്നിലധികം ദിവസം പഴക്കമുള്ള ചത്ത കോഴികളെയാണ് തോട്ടിലേക്ക് തള്ളിയിട്ടുള്ളത്. ഈച്ചയും പുഴുവും തോട്ടിലാകെ നിറഞ്ഞിട്ടുണ്ട്. അസഹനീയമായ ദുർഗന്ധമാണ് പ്രദേശമാകെ. സമീപത്തെ കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നുണ്ടെന്നും പ്രദേശവാസികൾ പറഞ്ഞു. കാക്കാംപാറ കടവിന് സമീപം വെള്ളിയാർപ്പുഴയുടെ കൈവഴിത്തോട്ടിലേക്കാണ് മാലിന്യം തള്ളിയിട്ടുള്ളത്. വേനൽ മഴ പെയ്താൽ ജീർണിച്ച മാലിന്യം പുഴയിലേക്കെത്തും. തൊട്ടടുത്തായി പുഴയിൽ കുടിവെള്ള പദ്ധതിയുമുണ്ട്. ഇത് ജനങ്ങളിൽ വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ചില കോഴി ഫാമിൽ നിന്നുള്ള മാലിന്യമാണ് തള്ളിയിട്ടുള്ളത്. ഇവർക്കെതിരെ കർശന നടപടി വേണമെന്ന് പ്രദേശവാസിയായ വട്ടത്തൊടി അഫ്സൽ ബാബു ആവശ്യപ്പെട്ടു. കുട്ടികൾക്ക് പല രോഗങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വരെ ഇയാളോട് പറഞ്ഞതാണ് ഇത് ഈ മണം ഫാം നല്ല രീതിയിൽ കൊണ്ട് നടക്കുകയാണെങ്കിൽ നടത്തിയാൽ മതി, അല്ലെങ്കിൽ ഇവിടെ നിർത്തി പോയിക്കാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. നല്ല രീതിയിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, ആവർത്തിച്ച് പറഞ്ഞു. അതിനൊരു പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല. എന്നാലും ഒരു കുഴി ഞങ്ങളൊരു പൊട്ടന്മാരാക്കാൻ വേണ്ടി കണ്ണിപ്പൊടിയിടാൻ വേണ്ടി ഒരു കുഴി കുത്തി. അതിനുശേഷവും വലിയ ഒരുപാട് കോഴികൾ 2-3 ചാക്ക് കോഴികൾ ഇന്നലെ കൊണ്ടുവിടാൻ. അതിന് മുമ്പ് കുറേ ചാക്കിലാക്കിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. തൊട്ടടുത്താണ് പുഴ കിടക്കുന്നത്. ഈ പുഴയ്ക്ക് അമ്പലപ്പാറക്കാർ മാത്രമല്ല, തൊട്ടടുത്ത പ്രദേശത്തിൽ അനേകം ആളുകൾ കുളിക്കാനും കുടിവെള്ളത്തിന് വരെ വരുന്നുണ്ട്. അതിലേക്ക് ഒഴുകുന്ന ചാലിലാണ് ഈ മാലിന്യം തള്ളിയിട്ടുള്ളത്. ഇതിനെതിരെ ഈ ഫാം ഉടമക്കെതിരെ ശക്തമായ നടപടി എടുക്കണം. ബന്ധപ്പെട്ട അധികാരികൾ ഇത് വന്ന് കണ്ട് ഇതിന് വേണ്ട നടപടി എടുത്ത് ഞങ്ങളുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അകറ്റണമെന്നാണ് നാട്ടുകാരൻ എന്ന നിലക്ക് പറയാനുള്ളത്. അതേസമയം കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് വാർഡംഗം ദീപ ഷിൻഡോ പറഞ്ഞു. പുഴയിൽ വെള്ളം വരുന്ന സമയത്ത് വേനൽ മഴ ഇപ്പോൾ പെയ്യും എന്നുള്ളൊരു നിലയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് പുഴയിലേക്ക് ഇറങ്ങി, ചെറിയ വെള്ളത്തിന് പോലും അത് പുഴയിലേക്ക് ഇറങ്ങും. ജലനിധി കിണറും ഉണ്ട് അവിടെ. ആ ജലനിധി കിണറിലെ കുടിവെള്ളമാണ് പിന്നെ ഇവിടെ അമ്പലപ്പാറ പ്രദേശത്തുള്ള ആളുകൾ കുടിക്കാൻ വേണ്ടിയിട്ട് പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതിന് നല്ല ബുദ്ധിമുട്ടാണ്. നിരവധി തവണ മാലിന്യം തള്ളിയപ്പോഴും മുന്നറിയിപ്പ് നൽകിയതാണ്. തങ്ങളുടെ സ്വൈരജീവിതം തകർക്കുന്ന രീതിയിലുള്ള കോഴി ഫാമുകളുടെ പ്രവർത്തനം ഇനി അനുവദിക്കില്ലെന്ന തീരുമാനത്തിലാണ് പ്രദേശവാസികൾ. അലനല്ലൂരിലെ സേവന രംഗത്ത് 80 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം.